ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഈ വീഡിയോ ഞാൻ ജനുവരിയിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. ചേച്ചിയും ചേട്ടനും വന്ന ടൈമിൽ നമ്മൾ ക്യൂൻസ് വേ, എറണാകുളത്തുള്ള ക്യൂൻസ് വേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. എഡിറ്റിംഗ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെ അങ്ങനെ ഒരു മൂലക്ക് കിടക്കുമായിരുന്നു കേട്ടോ ഈ വീഡിയോ. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കാണുന്നത് കൊണ്ടായിരിക്കാം ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യലായിട്ട്. കാരണം ചേച്ചിയും ചേട്ടനും ഒക്കെ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഞാനിപ്പോൾ വീഡിയോ നോക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സ്പെഷ്യലായിട്ട്, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ക്യൂൻസ് വേയിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന്, അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇട്ടാൽ പൊട്ടി എന്ന് പറയുന്ന ഒരു സാധനം വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ്റെ അടുത്ത് ഒരു 2 പാക്കറ്റ് അങ്ങ് വാങ്ങിച്ച് നമ്മളും എറിയാൻ തുടങ്ങി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു. ഞാനും ആശിഷും അപ്പയും ചേച്ചിയും ചേട്ടനുമായിട്ടാണ് വന്നത്. നമ്മുടെ ബേബിക്കുട്ടൻ ഉള്ളത് കൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. ബേബി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബേബി ആരാണെന്നുള്ളത് ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് ബേബി എന്നാണ് ആ വീഡിയോയുടെ ക്യാപ്ഷൻ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടേച്ചും വായോ. ക്യൂൻസ്വേൽ വന്നവർക്ക് നമ്മൾ ഈ എറിയുന്ന ഇട്ടാ പൊട്ടിയായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കും അതെന്താണെന്നുള്ളത്. അത് ചെറിയൊരു പടക്കം എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു സംഭവമാണ് അത്. നമ്മൾ ഇച്ചിരി ഫോഴ്സിൽ നമ്മൾ താഴത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു സ്പാർക്കിൽ ഉണ്ടാവും. അത് പക്ഷെ ആർക്കും അങ്ങനെ വേദനയൊന്നും എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഇട്ടാപ്പൊട്ടി കണ്ട് വാങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ ഇനി ക്യൂൻസ്വേയിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഇട്ടാപ്പൊട്ടി എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം അത് എറിയുമ്പോൾ ആ ഒരു സൗണ്ടും ആ ഒരു സ്പാർക്കിലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് വെക്കുന്ന കണ്ണട വാങ്ങിച്ചു. അത് കൊണ്ട് കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചേച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മൾ ശരിക്കും ആ ഒരു ഈവനിങ് നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ കണ്ണട അങ്ങ് ഏറ്റെടുത്തു ചേച്ചിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ആ കണ്ണട വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണ് കാണുന്നത് നിങ്ങൾ. പിന്നെ നേരെ നമ്മൾ പോയതൊരു കോഫി കുടിക്കാനാണ്. ക്യൂൻസ്വേയിൽ തന്നെയാണ് കേട്ടോ ഇതുള്ളത്. കോഫിയുടെ പല വെറൈറ്റീസും ഉള്ളൊരു ഷോപ്പാണിത്. ഇതൊരു ട്രാവലറാണ്. ആ ട്രാവലറാണ് അവർ ഈ ഒരു കോഫിയുടെ ഷോപ്പായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ക്യൂൻസ്വേയിൽ തന്നെ ഉള്ളതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ആ ഒരു നൈറ്റ് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്താലോ? എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുക. ബൈ. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടി കേട്ടോ. Baby,